മാർജിൻ സേഫ്റ്റി നെറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോ eVital RXലെ മാർജിൻ സേഫ്റ്റി നെറ്റ് ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് കാറ്റഗറി വൈസ് മിനിമം മാർജിൻ സെറ്റ് ചെയ്യാൻ കഴിയുകയും ഇതുമൂലം മിനിമം മാർജിൻ സെറ്റ് ചെയ്തേക്കുന്ന താഴെ വരുന്ന സെയിൽസ് എല്ലാം തന്നെ തടയുവാനും സാധിക്കും. സോ അതിനായി വലതുഭാഗത്ത് മുകളിലെ ഫാർമസി ലോഗോ ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് ആൻഡ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ സർവീസ് ആൻഡ് ടൂൾ ഓപ്പൺ ചെയ്ത് മാനേജ് ഐറ്റം കാറ്റഗറി ഓപ്പൺ ചെയ്യുക. സോ ഇവിടെ നമുക്ക് ഓൾറെഡി ആഡ് ചെയ്ത കാറ്റഗറി ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ കാറ്റഗറി ആഡ് ചെയ്തും നമുക്ക് മിനിമം മാർജിൻ സെറ്റ് ചെയ്യാവുന്നതാണ്. സോ കാറ്റഗറി ഓപ്പൺ ചെയ്ത് ഇവിടെ നമുക്ക് കാറ്റഗറിയുടെ പേര് ആഡ് ചെയ്ത് B2C സെയിൽ അതുപോലെ തന്നെ B2B സെയിൽസ് ഇത്തരത്തിൽ മിനിമം മാർജിൻ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ B2C സെയിൽസ് എന്ന് വെച്ചാൽ റീറ്റെയിൽ സെയിൽസും B2B സെയിൽസ് എന്ന് വെച്ചാൽ ഹോൾസെയിൽ സെയിലുമാണ്. സോ നമുക്ക് മിനിമം മാർജിൻ എത്ര ശതമാനമാണ് സെറ്റ് ചെയ്യേണ്ടത് ആ പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഇവിടെ ആഡ് ചെയ്ത് ടിക്കിലോട്ട് ക്ലിക്ക് ചെയ്ത് ഈ പെർട്ടിക്കുലർ സെറ്റിംഗ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. സോ ഇങ്ങനെ കാറ്റഗറി വൈസ് നമ്മൾ മിനിമം മാർജിൻ സെറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ നമ്മുടെ സ്റ്റാഫ് സെയിൽ ചെയ്ത് സോ ഏതെങ്കിലും പ്രൊഡക്റ്റിന് ഡിസ്കൗണ്ട് കൊടുക്കുകയോ അല്ല എങ്കിൽ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് റേറ്റ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർജിൻ ലെവലും ചേഞ്ച് ആവുകയും ഇതുമൂലം മാർജിൻ കുറയുകയും ചെയ്യും. സോ അത്തരത്തിൽ നമ്മളിവിടെ മിനിമം മാർജിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് സെയിൽസ് ചെയ്യുമ്പോൾ തന്നെ ഒരു അലേർട്ട് വരുന്നതായിരിക്കും. സോ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് നമ്മൾ മിനിമം സെറ്റ് ചെയ്ത മാർജിന് താഴെ പോകുമ്പോൾ നമുക്കിവിടെ സിസ്റ്റം ഒരു അലേർട്ട് തരും. ഈ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഈ മാർജിന് താഴെ പോകുന്നെന്ന് സിസ്റ്റം ഒരു അലേർട്ട് തരും. സോ അതിലോട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സ്റ്റാഫിന് ഈ സെയിൽസ് ചെയ്യുവാനും സാധിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ കെമിസ്റ്റിന് നഷ്ടമാണ് വരുത്തുന്നത്. കാരണം നമ്മൾ ഓൾറെഡി മിനിമം പ്രോഫിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ പോകുന്ന സെയിൽസ് നമുക്ക് നടത്തുമ്പോൾ നമ്മുടെ പ്രോഫിറ്റിലും അത് നഷ്ടം വരുത്തിയേക്കാം. സോ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കാനായി നമ്മളൊരു മാർജിൻ ലെവൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മുടെ കെമിസ്റ്റിന് ഭയങ്കര പ്രോഫിറ്റ് ആണ്. സോ അതിനായി എന്ത് ചെയ്യണം? ആദ്യം അക്കൗണ്ട് ആൻഡ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ സെറ്റിംഗ്സ് ഓർ ഡിഫോൾട്ടിലോട്ട് പോയി സെയിൽസ് ഓപ്പൺ ചെയ്യുക. സോ സെയിൽസിൽ നമുക്ക് ആഡ് മാർജിൻ സേഫ്റ്റി നെറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ ഇതവിടെ ഡിസേബിൾ ആയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എനേബിൾ ചെയ്തിടാൻ സാധിക്കും. സോ എനേബിൾ ചെയ്തിട്ട് നമ്മൾ അപ്ഡേറ്റ് കൊടുക്കണം. അപ്ഡേറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഇ പിൻ ചോദിക്കും. സോ ഈ പിന്ന് നമ്മുടെ eVital RXന്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമുക്ക് ഈ പിൻ കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ ഇത് സബ്മിറ്റ് കൊടുക്കുന്നു. സോ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ മാർജിൻ സേഫ്റ്റി നെറ്റ് നമുക്ക് ആക്ടിവേറ്റ് ആയി. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാഫ് ഇപ്പോൾ എന്തെങ്കിലും കാറ്റഗറി വൈസ് സെയിൽസ് ചെയ്യുകയോ അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കുകയോ നമ്മുടെ സെയിൽസ് റേറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർജിൻ കുറയും. അതുപോലെ തന്നെ മാർജിനിൽ വ്യത്യാസം വരും. സിസ്റ്റം ഇവിടെ അലേർട്ട് തരും. പക്ഷേ മുമ്പ് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇപ്പം നമുക്കതിൻ്റെ സെയിൽ ചെയ്യാൻ സാധിക്കില്ല. ഇത് കൂടുതലായും നമ്മുടെ ഫാർമസിയിൽ ഓണർ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. സോ എപ്പോഴും നമുക്ക് സ്റ്റാഫ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. സോ അത്തരം സന്ദർഭങ്ങളിൽ ഈ മിനിമം മാർജിൻ സേഫ്റ്റി നെറ്റ് ഉപയോഗിച്ച് നമ്മുടെ സെയിൽസിൻ്റെ പ്രോഫിറ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓണേഴ്സിന്. കാരണം ഓണർ സെറ്റ് ചെയ്തേക്കുന്ന മിനിമം മാർജിന് മുകളിൽ മാത്രമേ സ്റ്റാഫിന് ഡിസ്കൗണ്ട് നൽകുവാൻ സാധിക്കുകയുള്ളൂ. അതിന് താഴെ വരുന്ന പ്രോഡക്റ്റ് ഒന്നും തന്നെ സെയിൽ ചെയ്യാനും സിസ്റ്റം അനുവദിക്കില്ല. സോ ഇത് നമ്മുടെ ഓണറിനും യൂസ്ഫുള്ളായി സാധിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അലേർട്ട് വരുന്നത് നമുക്ക് നോക്കാം. സോ അതിനായി ഇവിടെ സെയിൽസ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബില്ലിംഗ് നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ കസ്റ്റമർ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് താഴെ നമുക്ക് പ്രോഡക്റ്റിൻ്റെ പേര് കൂടെ ആഡ് ചെയ്യുക. പ്രൊഡക്റ്റിൻ്റെ പേര് ആഡ് ചെയ്ത് ഇവിടെ ആഡ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു അലേർട്ട് വരും. സോ മാർജിൻ മിനിമം നമ്മൾ ഓൾറെഡി മിനിമം സെറ്റ് ചെയ്തതിൻ്റെ താഴെയാണ്. സോ അത് കാരണം ഇവിടെ സെയിൽ ചെയ്യാൻ സാധിക്കില്ല. സോ അതിനുശേഷം നമ്മൾ ആഡ് കൊടുത്താൽ പോലും സ്റ്റാഫിന് ഇതിൻ്റെ സെയിൽസ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇത്തരത്തിൽ നമുക്ക് മാർജിൻ സേഫ്റ്റി നെറ്റ് ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.